ഗുഡ് ഈവനിങ് ഓൾ. നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനിയുള്ള 5 ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഈ 5 ദിവസത്തിനുള്ള ഇവിടെ പലർക്കും ഒരുപാട് ട്രിഗേഴ്സൊക്കെ യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടും. കുറേ ചലഞ്ചിങ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടാവും, കുറച്ച് ഇല്യൂഷൻസ്. അതായത് നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പം ഞാൻ എൻ്റെ കമൻസ് സെഷൻ ഞാൻ മൊത്തം വായിച്ചിരുന്നു. അപ്പോൾ അതിലെല്ലാവരും ഒരു തരം നിങ്ങളുടെ പേഴ്സണോട് ഒരു തരം ദേഷ്യഭാവത്തിലൊക്കെയാണ് നിങ്ങളെല്ലാം നിൽക്കുന്നത്. അപ്പോൾ അതിലൊക്കെ ഒരു എന്താ പറയുക, ആ ദേഷ്യഭാവം മാറി ഒരു പോസിറ്റീവ് വൈബിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് ചില സമയങ്ങളിൽ നിങ്ങൾക്കും ട്രിഗേഴ്സ് തരും. എല്ലാവരുടെയും കാര്യമല്ല, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ ചില ഇല്യൂഷൻസൊക്കെ നിങ്ങളുടെ മുന്നിൽ കാണിക്കും. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെയൊക്കെ നിങ്ങളുടെ പാർട്ട്ണർ പോകുന്ന കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അത് വിളിക്കാൻ തോന്നുകയോ അല്ലെങ്കിൽ അവരോട് കോണ്ടാക്റ്റ് വയ്ക്കുകയൊക്കെ പെട്ടെന്ന് അങ്ങ് ചെയ്യാനുള്ള അവസരം, പെട്ടെന്ന് സങ്കടപ്പെടുക. ഇപ്പം തന്നെ ഓൾറെഡി എല്ലാവർക്കും അങ്ങനെ ഒരു സങ്കട ഫീലിങ്സ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കാം ഈ വീക്കിൽ. പക്ഷേ അതൊക്കെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയുള്ളൊരു, നമ്മുടെ കാർഡ്സ് തന്നെ പറയുന്നത് നല്ല കാര്യത്തിന് വേണ്ടിയുള്ളൊരു ട്രാൻസ്ഫർമേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് രൂപാന്തരം, അതായത് എന്താ പറയുക, ചിത്രശലഭം, ഒരു പുഴു എങ്ങനെയാണോ ചിത്രശലഭമായി മാറപ്പെടുന്നത് എന്ന് പറയുന്ന പോലെ യൂണിവേഴ്സ് നിങ്ങളെ ഓരോ ട്രിഗേഴ്സ് നൽകി അല്ലെങ്കിൽ ഓരോ സെപ്പറേഷൻ പീരീഡ് നൽകി നിങ്ങളിങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം നിങ്ങൾക്ക് വരും. ഇനി എന്തായാലും നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കാം, നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ജോലിയില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ജോലിക്കുള്ള സാധ്യതകളോ അല്ലെങ്കിൽ ജോലി ലഭിക്കുന്നതിനുള്ള ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നിൽക്കുന്നവർക്കാണെങ്കിൽ ജോബ് ലെറ്ററൊക്കെ ലഭിക്കുന്നതാണ്. അല്ലാത്തവർക്ക് ജോലിക്കുള്ള അവസരങ്ങളെക്കുറിച്ചൊന്നെങ്കിൽ അറിവ് കിട്ടും. ഇന്നടുത്ത ജോലി അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കണം എന്നൊക്കെയുള്ള മറ്റുള്ളവർ പറഞ്ഞറിയാം. അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. അതുപോലെ നിങ്ങൾ ചില കാര്യങ്ങളിൽ നേതൃത്വം വഹിക്കാൻ, അപ്പം നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യത്തിൽ അപ്പം നിങ്ങൾ ലീഡർഷിപ്പ് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ 5 ദിവസത്തിൽ നിങ്ങളത് ഏറ്റെടുക്കുക. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ എല്ലാവർക്കും അല്ല, ഇത് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അങ്ങനെയുള്ളൊരു കഴിവ് വരും. പക്ഷേ നിങ്ങൾ എല്ലാ കാര്യത്തിലും ഒരു കെയർഫുൾ ആയിരിക്കണം. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ വാക്ക് സൂക്ഷിക്കണം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വരും. അതാണ് ഈ ആഴ്ച നടക്കാൻ പോകുന്നൊരു പ്രധാന കാര്യം. ഈ 5 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കോള് പലർക്കും കിട്ടും. ആ സമയത്ത് നിങ്ങൾ അവരെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്ന് ഓർത്തോർത്ത് അവരോട് നിങ്ങൾ ചോദ്യം ചെയ്യാൻ നിങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പം പലരും ദേഷ്യത്തോടെ ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആ ആഗ്രഹിക്കുന്ന മനസ്സിൽ അവർ വന്നു കഴിഞ്ഞാൽ പലരും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസൊക്കെയാണ് ആലോചിച്ച്, അതെന്താ അങ്ങനെ സംഭവിച്ചു, ഇതെന്താ ഇങ്ങനെ സംഭവിച്ചു, അതൊക്കെ അതൊക്കെ നിങ്ങളുടെ മൈൻഡിലുണ്ട്. അപ്പം അതൊക്കെ കൊണ്ടാണ് കെയർഫുള്ളായിരിക്കുക. അവർ നിങ്ങളുടെ അടുത്ത് വന്നാൽ അവർ ഒരുപാട് അനുഭവിച്ചിട്ടാണ് വരുന്നതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത ആഴ്ചകളിൽ കുറച്ച് പേർക്കെങ്കിലുമൊക്കെ കുറച്ച് തടി വയ്ക്കും. അതായത് എന്താ പറയുക, കുറച്ച് മാറ്റങ്ങൾ നിങ്ങളുടെ നമ്മുടെ എന്താ പറയുക, നിങ്ങൾക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ കാര്യത്തിൽ വരും. 6 കപ്പൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് തടി വയ്ക്കാം, അല്ലെങ്കിൽ സൗന്ദര്യം വർദ്ധിക്കാം, നിങ്ങൾക്കൊരു വശ്യതയൊക്കെ തോന്നാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്കാലം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുഞ്ഞിലെയുള്ള ബാല്യകാലങ്ങളൊക്കെ നിങ്ങൾ ഈ ആഴ്ച എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ വരിക, നിങ്ങളുടെ പേഴ്സണായിട്ട് ബന്ധപ്പെട്ടോ അല്ലാതെയൊക്കെ ആകാം. ആ ബാല്യകാലങ്ങളെക്കുറിച്ചുള്ള എന്താ പറയുക, നൊസ്റ്റാൾജിക് ആയിട്ടുള്ള മെമ്മറീസൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു 5 ദിവസത്തിൽ നിങ്ങൾ അങ്ങനെയുള്ള ഓർമ്മകളിലൂടെയൊക്കെ കടന്നു പോകും. അതുപോലെ വീട്ടിലാണെങ്കിലും മറ്റുള്ളിടത്തൊക്കെ ചെറിയ ഹാപ്പിനെസ്സൊക്കെ ഉണ്ടാകും ചിലർക്ക്. ഹാപ്പിനെസ് ഇപ്പം ഓൾറെഡി പേഴ്സണെ മിസ് ചെയ്യുന്ന, അല്ല നോ കോണ്ടാക്റ്റിലൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഹാപ്പിനെസ് എന്നൊക്കെ പറയുന്നത് വലിയൊരു ഹാപ്പിനെസ് ആയിരിക്കും. അവർക്ക് ചെറിയ എന്തെങ്കിലും ഒരു തരിമ്പ് കിട്ടിയാലും മതി, അതൊരു വലിയ സന്തോഷമായിരിക്കും, ജീവിതം നിറയുന്ന പോലെ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകും നിങ്ങൾക്ക്. അതുപോലെ എന്താ പറയുക, പലരുടെയും പേഴ്സൺ, എല്ലാവരുടെയും അല്ലെങ്കിലും പലരുടെയും പേഴ്സൺ നല്ല കോണ്ടാക്റ്റിലിരിക്കുന്ന, അതായത് ലെസ് കോണ്ടാക്റ്റിൽ നിന്ന് മോർ കോണ്ടാക്റ്റിലേക്ക് ആകുന്ന ആൾക്കാരുണ്ട് ഈ ആഴ്ച. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ ഒരു യാത്രയൊക്കെ പോകാൻ സാധ്യതയുണ്ട് പേഴ്സണുമായിട്ട്. എന്താ പറയുക, നിങ്ങൾ കുറേ നേരം സംസാരിക്കാനൊക്കെ സാധ്യത. അതും നിങ്ങളോട് അവർ ഈ നോ കോണ്ടാക്റ്റിലുള്ളവരായാലും അല്ലാത്തവരായാലും നിങ്ങളുടെ പേഴ്സൺ ഈ ആഴ്ചയിൽ പലർക്കും റെസ്പെക്റ്റായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. പല പേഴ്സൺസും കൂടുതൽ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. നിങ്ങളോടൊക്കെ പോലും പല കാര്യത്തിനും ഒപ്പീനിയൻസ് ചോദിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും അവർ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും അറിയുന്നത്. പക്ഷേ ഞാനങ്ങനെ ചെയ്തോട്ടെ എന്ന്
ഉള്ളൊരു എന്താ പറയുക ഒരു അനുവാദം ചോദിക്കലൊക്കെ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. നിങ്ങൾ വളരെ എന്താ പറയുക നിങ്ങൾക്ക് വളരെ ആകാംക്ഷയുണ്ടാക്കും ഇനി അടുത്ത് എന്ത് സംഭവിക്കുക. കാരണം നിങ്ങൾ കാണാത്ത വേറൊരാളാണ് നിങ്ങളുടെ പാർട്ണർ വരുന്നത് ഈ ആഴ്ച. അപ്പോൾ ഈ 5 ദിവസം അപ്പം നിങ്ങൾ അവരങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആകാംക്ഷയാണ്. നിങ്ങൾ ഇത്രയും നാളും എന്തൊക്കെയാണോ ആഗ്രഹിച്ചിരുന്നത് അതിൽ നിന്നൊക്കെ ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് അവർ പ്രവർത്തിച്ച് തുടങ്ങുന്നതെന്ന് കാണുമ്പോൾ ഇനി അടുത്തതെന്താന്നുള്ള ആവേശവും ആകാംക്ഷയൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എനർജി ചേഞ്ച് വരും. ഇപ്പോൾ ഒരു മൂഡി ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ഒരുങ്ങാതെയൊക്കെ ആയിരിക്കും. ഇപ്പം പേഴ്സൺ ഉണ്ടെങ്കിൽ അവരെ കാണിക്കാൻ വേണ്ടി അത്യാവശ്യം ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടൊക്കെ നടക്കുമെങ്കിൽ പോലും അവരുടെ ഒരു കോള് അല്ലെങ്കിൽ ഒരു മെസ്സേജ് അല്ല അവർ നിങ്ങളെ കാണാം, അത് കഴിഞ്ഞിട്ട് നിങ്ങളങ്ങ് നിങ്ങളുടെ ബ്യൂട്ടിയെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ എന്താ പറയുക, ആദ്യത്തെ ഒരു 2-3 ദിവസമൊക്കെ നിങ്ങൾക്ക് ഭയങ്കര മാനസികമായിട്ടുള്ള പ്രഷറും ഒക്കെ ഉണ്ടാവുമെങ്കിലും അത് ക്രമേണ അടുത്ത 2 ദിവസം ഹാപ്പിനെസ്സൊക്കെ ആയിട്ട് മാറിക്കോളും. അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങളിലേക്കൊരു റൊമാൻസ് വരും. ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ഭാവനയിൽ നിങ്ങളിങ്ങനെ കാണും അവരുമായിട്ട് ഒന്നിച്ച് പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ വരുന്നതെന്നൊക്കെ ഭാവന സ്വപ്നം കാണുക. എന്താ പറയുക, നമ്മുടെ ഈ പ്രണയകാലത്തെ പൈങ്കിളി പ്രണയകഥയിലെ നായികാനായകന്മാരായിരിക്കും ഇത് കാണുന്നവരിൽ പലരും. ആ ഒരു രീതിയിലേക്ക് ഈ ഒരു 4-5 ദിവസത്തിൽ മാറ്റപ്പെടും. അതുപോലെ ഇപ്പോൾ എന്താ പറയുക, സ്പിരിച്വലി ബന്ധപ്പെട്ടുള്ള പ്ലേസസൊക്കെ നിങ്ങൾ വിസിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പലരും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് പോകാനുള്ളൊരവസരങ്ങളൊക്കെ പലർക്കും വരുന്നുണ്ട്. കാരണം നിങ്ങൾ കൂടുതൽ പേര് ഇങ്ങനെ വഴിപാടുകളൊക്കെ നേർന്നിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും. അവർ വരും. അപ്പോൾ അതൊക്കെ കടങ്ങളൊക്കെ വീട്ടാൻ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരോടൊന്നിച്ച്, അതായത് നിങ്ങൾ അവരോടൊന്നിച്ച് യാത്രകൾ ചെയ്യേണ്ട അവസരം ഞാൻ പറഞ്ഞു. ആ യാത്രകളിൽ തന്നെ പല എന്താ പറയുക, നിങ്ങളുടെ റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും ഒക്കെ ഇനി കണ്ടാലും കുഴപ്പമില്ലാത്തൊരു ലെവലിൽ അവരുമായിട്ട് നിങ്ങൾ യാത്ര ചെയ്യും. പിന്നെ അവർ നിങ്ങൾക്ക് അവരുടെ ഫുള്ള് തരുമെന്ന് വെച്ചാൽ എന്താ പറയുക, അവരിത്രയും നാളും നിങ്ങളോട് അവരുടെ കാര്യത്തിൽ ഇടപെടരുത്, അല്ല പല കാര്യങ്ങളും ഞാൻ എവിടെ പോകുന്നു നീ ചോദിക്കരുത്, അല്ലെങ്കിൽ ഞാൻ ആരെ വിളിക്കുന്നു നീ ചോദിക്കരുത്, അല്ലെങ്കിൽ ഞാൻ എപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും, അല്ലെങ്കിൽ ഞാൻ എവിടെ പോകും, ഇതൊന്നും ഞാൻ ചോദിക്കരുത്, നീ എന്നോട് തിരക്കരുത് എന്നൊക്കെ പറയുന്ന ആൾക്കാർ അവരുടെ ഫുള്ള് അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവരെവിടെയാണ് അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അവരിൽ എത്ര രൂപയുണ്ട്, അവരെന്തൊക്കെ ചെയ്തു, അവർ ഓരോ ഡേ ടു ഡേ അത് അങ്ങനെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ തുടക്കം ഈ ആഴ്ചയിൽ സംഭവിക്കും പലർക്കും. അതുകൂടാതെ എന്താ പറയുക, നിങ്ങൾ 2 പേരും കൂടി ഒന്നിച്ചിരുന്നിട്ട്, അതായത് നോ കോണ്ടാക്റ്റൊക്കെ മാറി നോർമലി കുറച്ച് പേര് ഈ ആഴ്ച റീയൂണിയൻ ആവും. ആ റീയൂണിയൻ ആകുന്ന ആൾക്കാർ, എല്ലാവരും അല്ല, കുറച്ച് പേര്, ആ റീയൂണിയൻ ആകുന്ന ആൾക്കാർ ഒരു ദീർഘവീക്ഷണത്തോടുകൂടി ഇനി ഭാവിയിലേക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് 2 പേരും ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങും. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ, മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ മാരേജിലേക്ക് ഏത് വഴിയിൽ പോകാം എന്ന് നിങ്ങളോട് അവർ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളൊരു മാറ്റം ഈ ആഴ്ച കുറച്ച് പേർക്ക് വരുന്ന യൂണിയനിലൊക്കെ നടക്കും. അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ, ഞാൻ പറഞ്ഞില്ല ആദ്യമേ പറഞ്ഞില്ല, തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ എന്താ പറയുക, നിങ്ങളുടെ ഒരു ഫ്രണ്ട്, നിങ്ങളുടെ ഒരു സുഹൃത്ത് വഴി നിങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പലരും അറിയുന്നുണ്ട്. ആ സുഹൃത്ത് വഴിയായിരിക്കാം നിങ്ങളുടെ ഈ റീയൂണിയൻ ഉള്ളവർക്ക് പോസിബിളാകാൻ പോകുന്നത്. അതുപോലെ ഈ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഈ ആഴ്ചയിൽ, അതായത് കരകൗശല വസ്തുക്കളൊക്കെ നിർമ്മിക്കുന്നവർക്കൊക്കെ ഈ ആഴ്ചയിൽ വളരെ നല്ലൊരു ദിവസമാണ്. അതുപോലെ നിങ്ങളുടെ മനസ്സ് പറയും പല കാര്യങ്ങൾ, ഇൻറ്റ്യൂഷൻ, അതിനനുസരിച്ച് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. നിങ്ങളുടെ ആ ഇൻറ്റ്യൂഷനിലുള്ള പവർ വർദ്ധിക്കും. അതുപോലെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ അതൊക്കെ മാനിഫെസ്റ്റൊക്കെ സക്സസ് ആവാനുള്ള സമയമായിട്ടുണ്ട്. കാരണം കുറേ ആയിട്ടും പലർക്കും പലതും ചെയ്തു, സ്വിച്ച് ചെയ്തു, പല കാര്യങ്ങളും ചെയ്തിട്ട് പോലും നിങ്ങൾക്ക് സക്സസ് ആകാത്തവർക്കാണെങ്കിൽ ഒരു നാളെ മോർണിംഗൊക്കെ തൊട്ട് അത് ആക്റ്റീവ് ആകും, പലർക്കും അത് സക്സസ് ആകും. അതുപോലെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് ഇപ്പം അതെല്ലാം കറക്റ്റായി തുടങ്ങും. അതുപോലെ യൂണിയൻ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി പെയേഴ്സ് ആയിട്ടുള്ള ബേർഡ്സിനെയോ ആനിമൽസിനെയൊക്കെ കാണാൻ തുടങ്ങും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ യൂണിയൻ ആയിട്ടുണ്ടെന്ന്.
അപ്പോൾ എന്തായാലും ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ വാക്കിലാണ് നിങ്ങളുടെ കൂടുതൽ കാര്യങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ കൂടുതൽ കെയർഫുള്ളായിട്ടിരിക്കുക. വരുന്ന പേഴ്സണെ നിങ്ങൾ ദേഷ്യപ്പെടുത്താതിരിക്കുക. കൂടുതൽ പേർക്കും റിയൂണിയൻ ഉണ്ടാകും, അല്ല റിയൂണിയനുള്ള പോസിബിലിറ്റി ഈ ആഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.